ഗ്രേസ് മാർക്ക് ഏതുമില്ലാതെ കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കൊച്ചുമിടുക്കിയാണ് ഇടുക്കി വെള്ളയാംകുടി സ്വദേശിനി എസ്തർ മരിയ ടോമി. പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുക എന്നത് പുതുമയുള്ള കാര്യമല്ലല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ എസ്തറിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. അതെന്താണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കണ്ടുവരാം. ജനിച്ചപ്പോൾ മറ്റേതൊരു കുട്ടിയെയും പോലെയായിരുന്നു എസ്തർ. എന്നാൽ പിന്നീട് ഹോർമോൺ കുറവ് അവളുടെ വളർച്ചയെ ബാധിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാൻ കുഞ്ഞെസ്തറിന് കഴിഞ്ഞില്ല. എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ തളർന്നിരിക്കാൻ എസ്തർ തയ്യാറായില്ല. അവൾ സ്വയം പഠിച്ചു. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ആ കുഞ്ഞു മനസ്സ് തനിയെ പഠിച്ചെടുത്തു. 4ാം ക്ലാസ് മുതൽ ടീച്ചറായ അമ്മ ഫിലോമിനയ്ക്കൊപ്പം വെള്ളയാംകുടി സെന്റ് ജോം സ്കൂളിന്റെ പടവുകൾ അവൾ ചവിട്ടിക്കയറി. ക്ലാസ് മുറികളിൽ സഹപാഠികൾ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ കരുതലോടെ ചേർത്ത് പിടിച്ചു. ആ കരുതലിന് കഠിനാധ്വാനം കൊണ്ടാണ് എസ്തർ മറുപടി നൽകിയത്. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+. തൊട്ടു പിന്നാലെ +2 കമ്പ്യൂട്ടർ സയൻസിലും ആവർത്തിച്ചു അതേ വിജയം. അതും 1% പോലും ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യമില്ലാതെ സ്വന്തം അറിവ് കൊണ്ട് മാത്രം നേടിയെടുത്ത തിളക്കമാർന്ന വിജയം. ഫുൾ A+ കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾക്ക് മാത്സ് പരീക്ഷ കുറച്ച് പാടായിരുന്നു. അപ്പം അതിന് മാത്രം പോകുന്ന ഓർത്തു. പക്ഷെ അത് റിസൾട്ട് വന്നപ്പോൾ അതിനും കൂടെ കിട്ടി. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. പഠനകാലം കഴിഞ്ഞപ്പോൾ എസ്തർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള വഴിയും കണ്ടെത്തി. നിലവിൽ പ്രമുഖ കമ്പനിയിൽ IT സപ്പോർട്ടറായി വർക്ക് ഫ്രം ഹോം ജോലിയും ചെയ്യുന്നുണ്ട് ഈ മിടുക്കി. സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും എസ്തറിന്റെ ലക്ഷ്യങ്ങൾ അവസാനിക്കുന്നില്ല. മുമ്പോട്ട് എനിക്ക് ഡിഗ്രി എടുക്കണം, എഞ്ചിനീയറിംഗ് B.Tech. അതാണ് ആഗ്രഹം. അതെടുത്തിട്ട് പിന്നെ സിവിൽ സർവീസ് നോക്കാനും ഒരു താല്പര്യമുണ്ട്. സാധിക്കുകയാണെങ്കിൽ ചെയ്യും. റിട്ടയർഡ് PWD ഉദ്യോഗസ്ഥരായ അച്ഛൻ ടോമി ജോസഫും അധ്യാപികയായ അമ്മ ഫിലോമിനയും സഹോദരങ്ങളും എസ്തറിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും തണലായി ഒപ്പമുണ്ട്. ശാരീരിക പരിമിതികൾ പറഞ്ഞ് ഒളിച്ചോടുന്നവർക്ക് മുൻപിൽ നിശ്ചയദാർഢ്യം കൊണ്ട് ചരിത്രം കുറിച്ച എസ്തർ വലിയ പാഠപുസ്തകമാണ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവർക്ക് മുമ്പിൽ പ്രതിസന്ധികൾ വഴിമാറുമെന്നതിന്റെ നേർസാക്ഷ്യം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.